സലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ലവിജ്തമഅ അഹ്ലുസ് സമാവാതി അസ്സബഅ, 7 ആകാശത്തിലുള്ള ആളുകളും വൽ അർദീൻ, ഭൂമിയിലുള്ള ആളുകളും, അർദീൻ സബ 7 ഭൂമിയിലുള്ള ആളുകളും ഒരുമിച്ച് കൂടുകയും അലാ യസിഫു സവാബൽ മർറത്തി വാഹിദത്തി മിൻ സലാത്തുൽ ഫാത്തിഹ, സലാത്തുൽ ഫാത്തിഹിൻ ഒരു സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ കിട്ടുന്ന സവാബ്, അതിന്റെ പ്രതിഫലത്തിന് ഈ 7 ആകാശത്തിനുള്ളവരും 7 ഭൂമിയിലുള്ളവരും ഒരുമിച്ച് കൂട്ടാൻ ശ്രമിച്ചാലും ലമാ ഖദറു, അവർക്കത് സാധിക്കൂല. ഇപ്പൊ സലാത്തുൽ ഫാത്തിഹിന്റെ പ്രതിഫലം ഒരാൾക്ക് 7 ആകാശത്തും ഭൂമിയിലുള്ളവരും 7 ഭൂമിയിലുള്ളവരും എല്ലാവരും ഒരുമിച്ച് കൂട്ടിയാലും ഒരു സലാത്തുൽ ഫാത്തിഹിന്റെ പ്രതിഫലം കണക്കാക്കാൻ പറ്റൂല. അത്രയും വലുതാണ് സലാത്തുൽ ഫാത്തിഹിന്റെ പ്രതിഫലം. കാരണം എന്താണ്? അതില് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖായിഖുകൾ മുഴുവൻ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും ഈ സലാത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം. അപ്പോൾ ഒരു സലാത്തുൽ ഫാത്തിഹ ചെല്ലുന്ന പ്രപഞ്ചത്തിന്റെ രഹസ്യത്തിലേക്ക് നമ്മൾ കടക്കാന്നുള്ളത്, അത് അറിയില്ലെങ്കിൽ പോലും ആ രഹസ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിന്റെ പ്രതിഫലം ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് കൂട്ടിയാലും ആ പ്രതിഫലത്തിലേക്ക് എത്തൂല. കാരണം അതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ സലാത്തുൽ ഫാത്തിഹ ആരെങ്കിലും അതിന്റെ അസ്റാറുകളും രഹസ്യങ്ങളും അറിയാതെ തന്നെ ഓതിയാലും അത് സൂചിപ്പിക്കുന്നത് അതിന്റെ ആന്തരികമായ അവസ്ഥകളിലേക്കാണ് എന്ന കാരണം കൊണ്ട്, അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന കാരണം കൊണ്ട് അതിന്റെ പ്രതിഫലം അത്യുന്നതമാണ്. അതിന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് അറിയില്ലെങ്കിൽ പോലും. ബിഖൗലിഹി ഫീഹ, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സലാത്തുൽ ഫാത്തിഹ ലാ തത്റുഖു ഷാദ്ദതൻ വലാ ഫാദ്ദതൻ മിനദ് ദുനൂബ്. സലാത്തുൽ ഫാത്തിഹ വലുതും ചെറുതുമായ ഒരു പാപത്തിനെയും ഒഴിവാക്കാതിരിക്കൂല. ആരെങ്കിലും സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ അവന്റെ ചെറുതും വലുതുമായ ഒരു പാപങ്ങളും ബാക്കി ഉണ്ടാവില്ല. അതൊക്കെ അള്ളാഹു കഴുകിക്കളയും. അതുകൊണ്ടാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങള് തെറ്റുകൾ പൊറുപ്പിക്കുന്ന, നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കുന്ന അമലുകളുടെ എണ്ണിയ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം എണ്ണിയത് സലാത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കുന്നതാണ്. ആരെങ്കിലും സലാത്തുൽ ഫാത്തിഹ അധികരിപ്പിച്ചാൽ അവന്റെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും. ആഖിർ സമാനില് മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവർ തെറ്റുകളിൽ മുഴുകുന്നത്, അള്ളാഹിനെ മറക്കുന്ന അവസ്ഥ അവർക്ക് വർദ്ധിച്ചതുമാണ്. കാരണം തെറ്റിൽ മുഴുകാനുള്ള അവസരങ്ങൾ അവസാന കാലഘട്ടത്തിൽ വർദ്ധിച്ചതാണ്. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ തെറ്റുകൾ പൊറപ്പിക്കുന്ന അമലുകളിൽ മുഴുകേണ്ടത് അത്യാവശ്യമാണെന്ന് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞപ്പോ അതിന്റെ ഏറ്റവും വലിയ മാധ്യമമായി അവിടുന്ന് റളിയല്ലാഹു അൻഹു എണ്ണിയത് സലാത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കുന്നതാണ്. അത് തന്നെ സലാത്തുൽ ഫാത്തിഹയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചൊല്ലണം എന്ന് ശൈഖ് അവർ പറഞ്ഞു. അത് വെറുതെ ചൊല്ലുന്നതല്ല, അതിലേക്ക് ഇരുന്ന് അതിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ ഒരു തെറ്റും അത് മായ്ക്കാതിരിക്കൂല, എല്ലാം അത് മായ്ച്ചു കളയും.